നമ്മൾ നാമജപം, മന്ത്രജപം ഇതൊക്കെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് മന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് ജപിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മന്ത്രങ്ങൾ ഉണ്ടെന്ന് നോക്കാം. മന്ത്രങ്ങളെ പല രീതിയിൽ വിഭജിച്ചിട്ടുണ്ട്. അതായത് വൈഷ്ണവ മന്ത്രമുണ്ട്, ശൈവ മന്ത്രമുണ്ട്, ശാക്തേയ മന്ത്രമുണ്ട്. അതായത് ദേവിയുടെ മന്ത്രങ്ങൾ. ഇപ്പോൾ ഈ വൈഷ്ണവ മന്ത്രം എന്ന് പറയുമ്പോൾ വിഷ്ണു ഭഗവാന്റെ തന്നെ പല ഭാവത്തിലുള്ള ദേവതകളുണ്ട്. ആ ഓരോ ദേവതയ്ക്കും ഓരോ മന്ത്രങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ഉഗ്രമൂർത്തികൾക്കാണെങ്കിൽ അതനുസരിച്ചുള്ള ചിട്ടകളും അതനുസരിച്ചുള്ള ക്രമങ്ങളും ഒക്കെ ഉണ്ടാവും. ഓരോ ഭാവം അനുസരിച്ചാണ് നമ്മളിപ്പോൾ ശിവഭഗവാന്റെ ആണെങ്കിൽ ഓം നമ ശിവായ ജപിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഭൈരവമൂർത്തിയുടെ ജപം, അതുപോലെ ആയിരിക്കില്ല കിരാതമൂർത്തിയുടെ. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ദേവതയെ നമ്മൾ ഉപാസിക്കുമ്പോൾ ആ ദേവതയുടെ മൂലമന്ത്രം ഉപയോഗിക്കുമ്പോൾ അതിനെന്തൊക്കെയാണ് ചിട്ടകളുള്ളത്, ക്രമങ്ങളുള്ളത്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ, ഒരു ദേവതേനെ ഉപാസിക്കുമ്പോൾ, അതായത് നമ്മളൊരാളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ അയാൾ വിളി കേൾക്കുന്നത് പോലെയാണ് നമ്മൾ ഒരു ദേവതയുടെ മൂലമന്ത്രം ജപിക്കുമ്പോൾ ആ ദേവത നമ്മളുടെ പ്രാർത്ഥന കേട്ട് നമ്മൾക്ക് അനുഗ്രഹങ്ങൾ നൽകുന്നത്. അതുകൊണ്ടാണ് അതിന് കൃത്യമായും വ്യക്തമായും ചിട്ടകളുണ്ടെന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കാൻ എപ്പോഴും പറയുന്നത്? എല്ലാവരും പറയുന്ന കാര്യമാണ്, മന്ത്രദീക്ഷ എപ്പോഴും ഗുരുവിൽ നിന്ന് എടുക്കണം. കുറേ പേര് പറയും അതൊന്നും വേണ്ട, ഗുരു ഇല്ലാത്തവരെന്ത് ചെയ്യും? അപ്പോൾ എല്ലാറ്റിനും വ്യക്തമായ കാരണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കാൻ പറയുന്നത് വെച്ചാൽ, ഗുരു ആ മന്ത്രം ജപിച്ചിട്ട് അത് വ്യക്തമായിട്ട് അതിൻ്റെ നല്ലതും മോശമായിട്ടുള്ള വശങ്ങളും അതിൻ്റെ എല്ലാ കോൺസിക്വൻസസും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. തന്നെയുമല്ല, സാധനയിലൂടെ ആ ഗുരുവിന് കിട്ടിയിട്ടുള്ള ഒരു ശക്തി ഉണ്ടാവും, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആത്മീയ ശക്തികൾ ഉണ്ടാവും. ആ ആത്മീയ ശക്തികൾ നമ്മളൊരു ഗുരുവിൽ നിന്ന് ദീക്ഷ വാങ്ങിക്കുമ്പോൾ നമ്മളുടെ സാധന കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിൽ അനുഗ്രഹം ചൊരിയും. മനസ്സിലായില്ലേ? അതായത് നമ്മൾ ഒരു സാധനയുടെ പാതയിലേക്ക് കടക്കുമ്പോൾ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ വാങ്ങിച്ചിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ ഗുരുവിനെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ കൂടെയുള്ള ആത്മീയ ശക്തികളുണ്ടാവും. കാരണം അദ്ദേഹം സാധനയിൽ ഒരു ലെവലെത്തിയ വ്യക്തിയാണ്. ആ ആത്മീയ ശക്തികൾ നമ്മളെ സാധനയുടെ പാതയിലേക്ക് പോകുമ്പോൾ ഭയങ്കര ടഫാണ്. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കാണ്. അതൊരു വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തല്ലോ അതുകൊണ്ട് നമ്മൾക്കിപ്പോൾ ഒരു കുഴപ്പം, അങ്ങനെയൊന്നുമല്ല. പക്ഷെ നമ്മൾക്ക് ആ സാധനയുടെ പാത കുറച്ചുകൂടി സ്മൂത്താക്കി തരും. ഇപ്പം നമ്മൾ നമ്മളൊറ്റ നിമിഷം കൊണ്ട് ഓടിച്ചെന്ന് വണ്ടി ഓടിക്കില്ലല്ലോ. നമ്മൾക്ക് ഒരു ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ടൊരു മാസ്റ്റർ ഉണ്ടാവും. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും എങ്ങനെ വണ്ടി ഓടിക്കണം, എവിടെയൊക്കെ എത്ര സ്പീഡിൽ പോകണം, റോഡിൻ്റെ ഏതൊക്കെ വശത്തു കൂടെ പോകണേ, അതൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇനി നമ്മളൊരു യാത്ര പോകണമെന്ന് വിചാരിക്കും, കുറച്ചധികം ദൂരത്തേക്ക് ഒരു യാത്ര പോകണം. നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മൾ പരിചയമുള്ള ഒരാളെ കൂടെ വിളിക്കും, അല്ലെങ്കിൽ അയാളുടെ ഗൈഡൻസ് നമ്മൾ നേടും. എന്തുകൊണ്ടാണ്? മുൻപേ പോയ ആൾക്കറിയാം ഏതൊക്കെ വഴിയിലൂടെ പോകണം, എങ്ങോട്ട് തിരിയണം, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങളുള്ളത്, എവിടെ എത്തുമ്പോൾ എത്ര സ്പീഡിൽ പോകണം, ഇതൊക്കെ ആ മുൻപേ പോയ ആൾക്കറിയാം. അതേപോലെ മുൻപേ ആ വഴിയിലൂടെ നടന്നിട്ടുള്ള ഒരാളാണ് ഗുരു. അതുകൊണ്ടാണ് ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കാൻ പറഞ്ഞത്. ഇനി സപ്പോസ് ഗുരു ഒന്നുമില്ല, എല്ലാവർക്കും ഗുരുവിനെ അന്വേഷിച്ച് നടക്കാനോ അല്ലെങ്കിൽ ഗുരുവിനെ കിട്ടാനോ ചിലപ്പോൾ സാധ്യത ഉണ്ടായെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും എന്നായിരിക്കും അടുത്ത ചോദ്യം. അവിടെ നമുക്ക് പറയാനുള്ളത്, സാക്ഷാൽ മഹാദേവനെ ഗുരുവായിട്ട് കണ്ട് നമ്മൾക്ക് സാധന തുടങ്ങാം, മന്ത്രജപം സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, പലപ്പോഴും ഇപ്പോൾ കൂടുതൽ നമ്മൾ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ അതല്ലാതെ ആണെങ്കിലും ഇപ്പോൾ ധാരാളം പേര് പറയുന്നുണ്ട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങളൊക്കെ സാധന ചെയ്തു തുടങ്ങുക, ഉപാസിച്ചു തുടങ്ങുക, ജപിച്ചു തുടങ്ങുക എന്നുള്ളതൊക്കെ. അപ്പോൾ എന്നിട്ട് പിന്നീട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നും പറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മളൊരു സാധാരണ വ്യക്തിയാണ്. നമ്മുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടുത്താനാണ് നമ്മൾ ഈ സാധനയിലേക്കും ഉപാസനയിലേക്കോ മന്ത്രജപത്തിലേക്കോ ധ്യാനം, മെഡിറ്റേഷൻ, യോഗ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാധനാക്രമം അതിലേക്ക് നമ്മൾ വരുന്നത്. അതിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഒരുപാട്, അതാണ് നമ്മളെ മനസ്സ് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള, ഏറ്റവും പ്യൂർ ആയിട്ടുള്ള, ലോക സമസ്ത സുഖിനോഭവന്തു എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല സാധാരണക്കാരായിട്ടുള്ളവർ. നമുക്ക് അത്യാവശ്യം കുശുമ്പും കുനിഷ്ടമൊക്കെ ഉള്ളവരൊക്കെയാണ് സാധാരണക്കാർ. അപ്പോൾ നമ്മളിലുള്ള എല്ലാ നെഗറ്റീവുകളും, എല്ലാ ഈഗോ, ഇതൊക്കെ കംപ്ലീറ്റ് പോകണം. അത് വന്നു അല്ലെങ്കിൽ ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിന് മുമ്പേ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ കോംപ്ലിക്കേറ്റഡ് ആയി കിടക്കുന്ന ഒരു മനസ്സാണ് നമ്മളുടെ. ആ മനസ്സിനൊരു കൺട്രോൾ വന്ന് ഒരു ഓർഡർ വരണം.
ആ ഓർഡർ വരണമെങ്കിൽ നമ്മൾക്ക് എന്താണ്, ആദ്യം തന്നെ ചാടി കയറിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഭയങ്കര ഹൈ പവർഫുൾ ആയിട്ടുള്ള മന്ത്രങ്ങളൊന്നും യൂസ് ചെയ്യാതെ ബ്രഹ്മമന്ത്രങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം. അത് ഏകദേശം 1 വർഷത്തോളം എങ്കിലും ജപിക്കുമ്പോഴാണ് നമ്മളൊന്ന് സ്റ്റേബിളായിട്ടുണ്ടാവും. നമ്മളുടെ മനസ്സും ചിന്തകളും കാഴ്ചപ്പാടുകളും പ്രവൃത്തികളും ഒക്കെ വളരെ ക്വയറ്റായി വരും. അത് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾക്ക് ശാന്തത കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കടക്കണം. ഇത്തിരിയും കൂടി പവർഫുള്ളായിട്ടൊരു മന്ത്രം എടുത്ത് യൂസ് ചെയ്യാനുള്ളൊരു അവസ്ഥ നമുക്ക് വരും. അപ്പോഴേ നമ്മൾക്ക് ആ മന്ത്രം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ മറ്റ് കോംപ്ലിക്കേഷൻസൊക്കെ നമുക്കതൊന്ന് എന്താ പറയുക, സ്വീകരിക്കാനും അല്ലെങ്കിൽ അത് നമ്മൾക്ക് താങ്ങാനുള്ളൊരു കരുത്തും കൂടി വേണമല്ലോ. അപ്പോൾ അതിന് നമുക്ക് ഈ പറഞ്ഞ ബ്രഹ്മമന്ത്രങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അപൂർവം ചിലർക്ക് ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കർമ്മ ഫലം കൊണ്ട് കിട്ടുന്നതാണ്, മുജ്ജന്മ കർമ്മം കൊണ്ടൊക്കെ കിട്ടുന്നതാണ്. നേരിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ സാധനയിലേക്ക് പോകാനുള്ളൊരവസ്ഥ, ദേവി ഉപാസനയിലേക്ക് പോകാൻ അല്ലെങ്കിൽ നല്ല പവർഫുള്ളായിട്ടുള്ള സാധനയിലേക്കൊക്കെ പോകാനായിട്ട് അത് കർമ്മം കൊണ്ട്. പലരും ചോദിക്കും ഇപ്പോൾ കൂടുതൽ കാണുന്നൊരു സംഭവമാണ് കർമ്മ. ഒരേപോലെ കർമ്മ എന്ന് പറയുന്ന സംഭവമൊന്നും ഇല്ല, അത് വെറുതെ ആണെന്ന്. അതുണ്ട്. എപ്പോഴും നമ്മളോട് ഒരസുഖം വരുമ്പോൾ ഡോക്ടർമാർ പറയാറില്ലേ, അതായത് നിങ്ങൾ ചില മരുന്നുകൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കാൻ പറയും. അതെന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിച്ചാൽ ശരീരത്തിന് ഒരു എനർജി കിട്ടും. ഈ മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഡോസ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഭക്ഷണത്തിന് ശേഷം ചില മരുന്നുകൾ കഴിക്കാൻ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഹൈ പവർഫുള്ളായിട്ടുള്ള മന്ത്രങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്കതിൻ്റെ എല്ലാ എനർജി ലെവലുകളും താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മൾ വരുത്തിയെടുക്കണം. അത് കിട്ടണമെങ്കിൽ നേരത്തെ പറഞ്ഞ ലൈറ്റായിട്ടുള്ള മന്ത്രങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പതിയെ നമ്മളുടെ എനർജി കൂട്ടിക്കൊണ്ട് വരണം.